ഞാൻ കുടശനാട് മുരളി, കേരള ക്ഷേത്ര സമന്വയ സമിതിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ്. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മാരക വിപത്താണ് മദ്യ ലഹരിയുടെ ആസക്തി. നമ്മുടെ സമൂഹത്തിലെ കൊച്ചുകുട്ടികൾ അടക്കം മുതിർന്നവർ വരെയുള്ള സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ നടത്തുന്ന ബോധവൽക്കരണങ്ങളൊന്നും തന്നെ കാര്യമായി പങ്കുപറ്റുവാൻ നിൽക്കാതെ ഉണ്ടാക്കുന്ന പണം മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും MDMA പോലെയുള്ള മാരക രാസലഹരികൾക്കും ചിലവാക്കിക്കൊണ്ട് കുടുംബത്തെ സമൂഹത്തിന്റെ ഓണങ്കേറാമൂലകളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ സാഹചര്യത്തിന് നമുക്ക് പരിഹാരം കണ്ടേ മതിയാവും. നമ്മുടെ തലമുറയെ രക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അടുത്ത തലമുറയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഭാഗതയെ തീരുമാനിക്കേണ്ടത്. അവരെ മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരിക്കും വിട്ടുകൊടുക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കുവാൻ പാടുള്ളതല്ല. ഞങ്ങളുടെ സംഘടന കേരള ക്ഷേത്ര സമന്വയ സമിതിക്ക് സമൂഹത്തോടുള്ള ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലയിലെ പാരിപ്പള്ളിയിലെ കുളമട എന്ന സ്ഥലത്ത് സമന്വയ അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, ലഹരി ചികിത്സാ കേന്ദ്രവും ലഹരി ബോധവൽക്കരണ കേന്ദ്രവും പുനരധിവാസ കേന്ദ്രവും സ്ഥാപിച്ചിരിക്കുകയാണ്. അവിടെ നടക്കുന്നത് ലഹരിയുടെ ഒരു ചികിത്സ മാത്രമല്ല, അവിടെ MSW കഴിഞ്ഞ നിരവധിയായ നമ്മുടെ കൗൺസിലർമാർ കേരളമാസകലമുള്ള സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സന്നദ്ധ സ്ഥാപനങ്ങളിലും ഒക്കെ പോയി അവിടെ കൗൺസിലിംഗ് നടത്തി കുട്ടികളെ എല്ലാം നേർവഴിയിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇത് ചെയ്യുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും കേരള പോലീസിന്റെയും കേരള ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ കൂടി നേതൃത്വത്തിലാണ്. ഈ പ്രദേശങ്ങളിലുള്ള കുടുംബശ്രീയുടെയും തൊഴിലുറപ്പ് സംഘടനയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ലഹരി വിരുദ്ധ റാലികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കലും ഒക്കെ ഞങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായാലും ഈ മാരകമായ വിപത്തിനെ നമുക്ക് ഒഴിവാക്കിയില്ലെങ്കിൽ, അത് കുറച്ചുകൊണ്ടുവന്നില്ലെങ്കിൽ, മദ്യ ഉപയോഗം തന്നെ ലഹരി ഉപയോഗം തന്നെ നമുക്ക് നിർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ രാജ്യം നാശത്തിലേക്ക് പോകുന്നത് കാണേണ്ടി വരും എന്നുള്ളൊരു ദുഃഖസത്യം അവശേഷിക്കുകയാണ്. നമ്മുടെ ഈ സെന്ററിൽ 1 മാസത്തെ ചികിത്സയാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തെ മരുന്ന് ചികിത്സയ്ക്ക് ശേഷം, മരുന്ന് കൊടുത്ത് ഇവിടെ ചികിത്സയ്ക്ക് ശേഷം പിന്നീട് 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന കൗൺസിലിംഗ് ആണ് നടത്തുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് 15 ദിവസവും, പിന്നീട് 1 മാസത്തിലൊരിക്കലും, പിന്നീട് 3 മാസത്തിലൊരിക്കലും, പിന്നീട് 6 മാസത്തിലൊരിക്കലും, വർഷത്തിലൊരിക്കലും, അങ്ങനെ ആ തരത്തിൽ നമ്മൾ ശക്തമായ ഫോളോ അപ്പാണ് നടത്തുന്നത്. ഈ ശക്തമായ ഫോളോ അപ്പ് ഫാമിലി കൗൺസിലിംഗ് ആണ്. വീട്ടിലുള്ള മക്കളും അല്ലെങ്കിൽ ഭാര്യയും അമ്മയും അച്ഛനും എല്ലാം ചേർന്നുള്ള ഒരു ഫാമിലി കൗൺസിലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ നടത്തുന്ന കൗൺസിലിംഗ് അതിന്റെ വിജയം 100%. നമ്മുടെ ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് കിട്ടിപ്പോയിട്ടുള്ള ആരും തന്നെ പിന്നീട് ലഹരിയിലേക്ക് തിരിഞ്ഞു പോയതായിട്ട് ഇവിടെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മദ്യാസക്തി, ലഹരി ആസക്തി, MDMA തുടങ്ങിയ രാസലഹരികളുടെ ആസക്തിയൊക്കെ കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും സമൂഹം ഒന്നായി തന്നെ, കൂട്ടായി തന്നെ, സന്നദ്ധ സംഘടനകളായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ആരോഗ്യ വകുപ്പായാലും എല്ലാവർക്കും ചേർത്ത് നമുക്ക് ഈ മാരക വിപത്തിനെതിരെ പൊരുതാം. നിങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നവരെയൊക്കെ ഇവിടേക്ക് പറഞ്ഞുവിടാം. അതുകൂടാതെ എവിടെയെങ്കിലും ബോധവൽക്കരണ പരിപാടികൾ ആവശ്യമുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതെല്ലാം ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. സമൂഹം ഒന്നായി ഈ പ്രവണതയ്ക്ക് എതിരായി ഒറ്റക്കെട്ടായി യോജിച്ചാൽ നമുക്ക് ഈ മദ്യവിപത്തിനെ, ഈ ലഹരി വിപത്തിനെ, രാസലഹരി വിപത്തിനെ നമുക്ക് നേരിടാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഞങ്ങളോട്